Let's turn our Bibles to book of Mark, Gospel of Mark, chapter 5. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കുമല്ലോ. Mark chapter 5 verse 21 through 24. അവനോടുകൂടെ പോയി. മതി. കഴിഞ്ഞൊരു ദിവസം ഞാൻ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് ഓർപ്പിച്ചത് നത്തിങ് ഹാപ്പൻസ് അൻറ്റിൽ ജീസസ് കംസ്. യേശു കർത്താവ് വരുന്നിടത്ത്, യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് അത്ഭുതങ്ങൾ നടക്കും. ഈ അധ്യായം, പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 5-ാം അധ്യായം ഒക്കെ അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. 4-ാം അധ്യായത്തിൻ്റെ 35 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ ഏതാണ്ട് 4-ൽ പരം അത്ഭുതങ്ങൾ, യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റിൻ്റെ മേൽ, കടലിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്, ജീവൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്, പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ള കർത്താവ്, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്, യേശു കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ആ 21-ാമത്തെ വാക്യത്തിൽ യേശു വീണ്ടും പടകിൽ കയറി അക്കരെ കടന്നു, ഇക്കരെ കടന്നു. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. അതിൻ്റെ 1-ാം വാക്യത്തിൽ യേശു പടകിൽ കയറി അക്കരെ കടന്നു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഗലീല കടലിൻ്റെ അക്കരയും ഇക്കരയും ഉള്ളതായ വിഷയങ്ങളാണ്. ഏതാണ്ട് 7 മൈൽ ദൂരമുള്ളതായ ഈ ഗലീല കടൽ ക്രോസ് ചെയ്ത് അക്കരെ കടന്ന് അവിടെ ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ ആരംഭ ഭാഗത്ത് 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ നമുക്കറിയാം, അവിടെ പൈശാചിക ശക്തികളുടെ മേൽ അധികാരമേറ്റെടുത്ത് അധികാരത്തോട് പൈശാചിക ശക്തികളോട് കീഴടങ്ങുവാൻ പുറപ്പെട്ടു പോകുവാൻ പറഞ്ഞപ്പോൾ പൈശാചിക ശക്തികൾ യേശുവിനെ അനുസരിച്ചതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിന് മുമ്പുള്ള ഭാഗത്ത് 4:35 മുതൽ ഞാൻ പറഞ്ഞു, അക്കരയ്ക്ക് പോകുമ്പോൾ ആ കടലിൽ അക്കരെ എത്തിക്കത്തില്ലെന്ന് വാദിച്ച ശത്രുവിൻ്റെ ശക്തികൾ ഉണ്ടായിരുന്നു. കാരണം അക്കരെ കടന്നു എന്നാൽ യേശു വന്നാൽ അവിടെ ഒരു വിടുതൽ നടക്കും, അവിടെ അത്ഭുതം നടക്കും, അവിടെ പൈശാചിക പിടിയിലായിരിക്കുന്ന ഒരു വിടുതൽ പ്രാപിക്കും, ആ ദേശം വിടുവിക്കപ്പെടും. അത് പിശാചിന് ഇഷ്ടമല്ല. ഒരിക്കലും അത് ജനം വിടുവിക്കപ്പെടുവാൻ പിശാച് ആഗ്രഹിക്കുന്നില്ല, ദേശം വിടുവിക്കപ്പെടുവാൻ പിശാച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ യാത്രയെ തടയുവാനായിട്ട് കാറ്റും കോളും ഒക്കെ അതിൻ്റെ ഇടയിൽ വളരെ ശക്തമായി അക്കരെ കടത്തത്തില്ല, അക്കരെ എത്തിക്കത്തില്ലെന്നൊക്കെ വാദിച്ചു. എന്നാൽ യേശു കർത്താവ് അവിടെ ചെന്നു. യേശു കർത്താവ് ചെയ്യേണ്ട പ്രവൃത്തി അവിടെ ചെയ്തു. പൈശാചിക ശക്തികളെ കാൽ കീഴാക്കി മടങ്ങി വീണ്ടും ഇക്കരെ കടന്നു, ഇക്കരെ വന്നു. ഇക്കരെ വന്നപ്പോൾ സംഭവിക്കുകയാണ്, ഒരു കൂട്ടം ജനം യേശുവിനെ കാത്തു നിൽക്കുക. യേശു ചെല്ലുന്നിടത്തെല്ലാം ഒരു കൂട്ടം യേശുവിനെ കാത്തിരിക്കുക. ആമേൻ. People were waiting for Jesus. ചില ദിവസങ്ങളോളം കാത്തിരിക്കുക യേശു മടങ്ങി വരുന്നത് കാണുവാൻ, യേശു വരുന്നത് കാണുവാൻ. ഇന്ന് രാവിലെ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു കർത്താവ് വന്നെങ്കിലേ നമ്മുടെ കൂട്ടായ്മയിലും എന്തെങ്കിലും ഒരു വിടുതൽ നടക്കത്തുള്ളൂ. ഞാനും നിങ്ങളും ഇന്ന് രാവിലെ കടന്നു വന്നതും യേശുവിനെ അറിയാനാ, യേശുവിനെ കാണാനാ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടിയാ. ഞാൻ ഒരു കാര്യം പറയാം, യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ
ഈ കൂട്ടായ്മ കൊണ്ട് ഇവിടെ നമ്മൾ ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് വെച്ച് തിരിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ. രാവിലെ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് സ്തോത്രത്തോടെ ആയിരിക്കുമ്പോൾ 2-3 പേര് കൂടി വരുന്നവരുടെ നടുവിൽ എഴുന്നള്ളുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു വന്നത് വിടുതൽ തരാനാ. യേശു വന്നത് സൗഖ്യം തരാനാ. യേശു തന്നത് ലോകക്കാർക്ക് തരാൻ കഴിയാത്ത വിടുതലും സൗഖ്യവും ആരോഗ്യവും ദൈവകൃപയും നൽകിത്തരുവാൻ വേണ്ടിയാ യേശു ഇന്ന് രാവിലെയും നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ ഭാഗത്ത് വേഗം ഞാൻ 1-2 വാക്കുകൾ ഓർപ്പിച്ചിട്ട് അടുത്ത ദിവസങ്ങൾ ദൈവം അനുവദിച്ചാൽ ആ ഭാഗത്ത് നിന്ന് വിശദമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഇക്കരെ കടന്നു കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ, പള്ളിപ്രമാണിയായ ഒരു മനുഷ്യൻ, യായിറോസ് എന്ന പേര് ജൈറസ്, ഡിഫ്യൂസർ ഓഫ് ലൈറ്റ്, പ്രകാശം പരത്തുന്നവൻ എന്ന ആ പേരിൻ്റെ അർത്ഥം പ്രകാശം പരത്തുന്നവൻ എന്ന. പ്രകാശം പരത്തട്ടെ എന്നുള്ള ആഗ്രഹത്തോട് മാതാപിതാക്കൾ ഇട്ട നല്ലൊരു പേരാണ് ജൈറസ്. എന്നാൽ ആ പ്രകാശം മറച്ചു വച്ചിരിക്കുകയായിരുന്നു കാലങ്ങളായിട്ട്. പള്ളിപ്പട്ടത്വത്തിൻ്റെ ആ കവറിങ്ങിൽ, ആ ഷെയ്ഡിൽ കുരുങ്ങിക്കിടന്നവന് ഒരിക്കലും ദൈവം കൊടുത്ത യഥാർത്ഥ പ്രകാശം മറ്റുള്ളവർക്ക് പരത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു ദിവസം ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ സകലതും എല്ലാം മറന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ വന്നു കഴിഞ്ഞപ്പോഴാ ദൈവം ആഗ്രഹിച്ച പ്രകാശം, ദൈവം ആഗ്രഹിച്ച വെളിച്ചം മറ്റുള്ളവർ കാണത്തക്ക നിലയിൽ അവനിലുള്ള പ്രകാശം ശോഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത് പരസ്യമായി പുറത്തു വന്നപ്പോഴാണ്. ദൈവമക്കളെ, വാസ്തവമായും തൻ്റെ കഷ്ടതയാ, തൻ്റെ വേദനയാ, മകളുടെ അത്യാസന അവസ്ഥയാണ് യേശുവിൻ്റെ കാൽക്കൽ വീഴുവാൻ യായിറോസിനെ അനുവദിച്ചത്. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കഷ്ടത നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മെ എങ്ങോട്ടാണ് നടത്തുന്നത്? യായിറോസ് തൻ്റെ കഷ്ടതയിൽ യേശുവിൻ്റെ കാൽക്കൽ വീണു. ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും പ്രശ്നവും വരുമ്പോൾ ദൈവത്തോട് കോപിച്ച് എന്നോടിത് ചെയ്തു എന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യം വിട്ട് പുറകോട്ട് പോകുമ്പോൾ, മറ്റൊരു കൂട്ടർ പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. ഒരു യോന വിഷയം വന്നപ്പോൾ, ചലഞ്ചസ് വന്നപ്പോൾ, ചോദ്യം വന്നപ്പോൾ ദൈവത്തെ വിട്ടുപോയെങ്കിൽ യായിറോസ് ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ കാൽക്കൽ വീണാൽ, ഇന്ന് രാവിലെ ഞാൻ ഒന്നുകൂടെ പറയാം, വിഷയങ്ങളുടെ മുൻപാകെ യേശുവിൻ്റെ കാൽക്കൽ മുട്ടുമടക്കിയാൽ നീ മനുഷ്യരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പ്രശ്നവുമായി നീ മടങ്ങിപ്പോകത്തില്ല. ഇന്ന് രാവിലെയും വിഷയങ്ങൾ എന്തുമാകട്ടെ, എനിക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്, വിവിധ ചലഞ്ചസ്, നമ്മുടെ ആളുകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഞാൻ അറിയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവസ്ഥൽ മുട്ടുമടക്കിയാൽ, അവൻ്റെ കാൽക്കൽ വീണാൽ, ഒരു തുള്ളി കണ്ണുനീര് അവൻ്റെ കാൽക്കൽ ഒഴുക്കിയാൽ, ആ പ്രശ്നത്തിൽ നിന്ന് അവൻ നിനക്ക് വിടുതലും സൗഖ്യവും സമാധാനവും തന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് രാവിലെ ദൈവാത്മാവ് ഓർപ്പിച്ച് ഉണർത്തുകയാണ്. ജീസസ് ഈസ് ദ മാസ്റ്റർ ഓഫ് എവറി സിറ്റുവേഷൻ ആൻഡ് ജീസസ് ഈസ് ദ കോൺകറർ ഓഫ് എവറി എനിമി. ഇന്ന് രാവിലെ എത്ര ശക്തമായ കാറ്റും കൊടുങ്കാറ്റും അടിച്ചാലും, കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാക എന്ന് കൽപ്പിച്ച കർത്താവ്, അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. യേശു വരുന്നിടത്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ട്. പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ, ഈ കാലഘട്ടത്തിലും അന്നും ഇന്നുമൊക്കെ പള്ളിപ്രമാണികളൊക്കെ എന്ന് പറഞ്ഞാൽ അല്പം പൊസിഷനും പണവും സ്വാധീനവും ഒക്കെയുള്ള വ്യക്തികളാണ്. പക്ഷെങ്കിൽ നമ്മുടെ സ്ഥാനത്തിനും പദവിക്കും പണത്തിനും ഒന്നും വിടുവിക്കാൻ കഴിയാത്ത ചില ഏരിയകളുണ്ട്. യായിറോസിൻ്റെ ജീവിതത്തിലും അതാ സംഭവിച്ചത്. എല്ലാമുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, നല്ല സ്വാധീനമുണ്ട്, നല്ല പണമുണ്ട്, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഓർക്കാപ്പുറത്ത് ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നു, പ്രശ്നങ്ങൾ കടന്നു വന്നു. ആ സമയത്ത് മറ്റാർക്കും വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ പണത്തിന്, തൻ്റെ സ്വാധീനത്തിന്, തൻ്റെ പൊസിഷന് വിടുവിക്കാൻ കഴിയാത്ത ഏരിയയിൽ യായിറോസ് ഒരു കാര്യം മനസ്സിലാക്കി. മറ്റാരോടും പറയുവാൻ കഴിയാത്ത വിഷയം, ആരെ കാണും, എങ്ങനെ കാര്യങ്ങൾ നടക്കും, ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ യായിറോസ് മനസ്സിലാക്കി, യേശു എന്നൊരുവനുണ്ട്.
യേശു അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു അനേകരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ആ യായിറോസ് മനസ്സിലാക്കി യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇന്ന് രാവിലെയും ഏതെങ്കിലും വിഷയങ്ങളുമായി ഭാരപ്പെടുന്ന ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇതാരോട് പറയും, എൻ്റെ ഈ വിഷയം ആരോട് പറയും, ആരെന്നെ സഹായിക്കും എന്ന് ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കുക, യായിറോസ് ചെയ്തതുപോലെ അവൻ്റെ കാൽക്കൽ വീഴാം. അവൻ്റെ കാൽക്കൽ വീണ് അവനോട് പറയാം, ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ അറിയിക്കാം. When you don't know what to do, whom to talk, do what Jairus did. See Jesus and fall on his feet. Talk to Jesus. മക്കളെ, കഷ്ടത സർവ്വസാധാരണമാണ്. ഇറ്റ്സ് എ കോമൺ തിങ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് കഷ്ടത. എന്നാൽ അതിൻ്റെ നടുവിൽ കഷ്ടത നമ്മെ നയിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ മനോഭാവം എന്താ? അതിനുള്ള നമ്മുടെ റിയാക്ഷൻ എന്താ? അവിടെയാ ജയവും പരാജയവും. കഷ്ടതയിൽ നിന്ന്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കാൽക്കൽ വീഴുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. 23-ാമത്തെ വാക്യത്തിൽ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണം. യായിറോസ് തിരിച്ചറിഞ്ഞു, നീ വന്നെങ്കിലേ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. യേശു വന്നെങ്കിലേ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. വാസ്തവമായ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നത്, യേശു വന്നാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണം. ജീസസ്, യു ആർ മൈ ഓൺലി ഹോപ്പ്. എൻ്റെ ഈ വിഷയത്തിൽ മറ്റാർക്കും എന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. പ്ലീസ് കം. നീ വന്ന് കൈവയ്ക്കണം. അടുത്ത വാക്ക് നമ്മളിങ്ങനെ വായിക്കുന്നത്. അടുത്ത വാക്കിൽ എന്താ പറയുന്നത്? അവനോട് കൂടെ പോയി. ഒന്ന് ഓർത്ത് നോക്കിയേ. ബാക്ക്ഗ്രൗണ്ടും പഴയ ചരിത്രങ്ങളും ഒക്കെ നോക്കിയാൽ യേശുവിന് ചേർന്ന് നടക്കാൻ, കൂടെ പോകാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ അവൻ്റെ കാൽക്കൽ വീഴുന്ന ആരെയും അവൻ തള്ളിക്കളയുന്ന വിഷയം ദൈവമല്ല. അവൻ പഴയ ചരിത്രം നോക്കുന്നില്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല, നിന്റെ കുടുംബ പശ്ചാത്തലം നോക്കുന്നില്ല, നിന്റെ പഴയകാല ജീവിതത്തിൻ്റെ പരാജയങ്ങളും തോൽവികളും നോക്കുന്നില്ല. ആര് വാസ്തവമായി അവൻ്റെ സന്നിധിയിൽ വീണിട്ടുണ്ടോ അവരുടേതായ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ അവനോടൊപ്പം കടന്നു വരുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ ചേർത്ത് പിടിക്കുവാൻ, കൂടെ കൊണ്ടുപോകുവാൻ, വിളിച്ചു കൊണ്ടുപോകുവാൻ കൊള്ളാവുന്ന ഒരു ആത്മസ്നേഹിതനാ ഈ നല്ല കർത്താവ്. ഹല്ലേലൂയ. ഏത് ഇരുളടഞ്ഞ വേളയിലും വിളിച്ചാൽ കൂടെ വരുന്നൊരു ദൈവം. സ്തോത്രം. ഒത്തിരി ചരിത്രങ്ങൾ ഓർക്കുവാനായിട്ടുണ്ട്. അനേകർ അവൻ്റെ കാൽക്കൽ വീണ് കടന്നു വരണമെന്ന് പറഞ്ഞിടത്തൊക്കെ യേശു കടന്നു ചെന്നിട്ടുണ്ട്. ആഗ്രഹത്തോടെ, ആവശ്യത്തോടെ അവൻ്റെ സന്നിധിയിൽ കടന്നു വന്ന എല്ലാവരെയും അവൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, വിടുവിച്ചിട്ടുണ്ട്, സൗഖ്യവും വിടുതലും നൽകിയിട്ടുണ്ട്. He went off with him. This morning, let me encourage you. Invite Jesus into your situation. Invite Jesus into your circumstances. ഇന്ന് പ്രശ്നത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുവാൻ എത്ര പേര്, ഈ യേശുവിനെ വിളിച്ചുകൊണ്ട് പോകുവാൻ എത്ര പേര് തയ്യാറാകും? പിശാച് ആരും വിളിക്കാതെ ഇടിച്ചു കയറി വരുന്നതാണ്. എന്നാൽ യേശു, unless and until you invite him, is knocking on your door. വിളിക്കാതെ തള്ളി തുറന്ന് കയറി വരുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. പിശാച് ആരും വിളിക്കാതെ കയറി വരും. എവിടെയെങ്കിലും ഒരു പഴുത് കിട്ടി അതിനകത്തൂടെ കയറും. ഇല്ല, യേശു അങ്ങനല്ല. യേശു നീ വിളിച്ചാൽ നിന്റെ അടുക്ക വരും, നിന്റെ കൂടെ വരും. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, ആർക്കും വിടുവിക്കാൻ കഴിയാത്ത വിഷയത്തിൽ യേശു കൂടെ വരും. യായിറോസിനോട് കൂടെ പോയ കർത്താവ് എൻ്റെ നിങ്ങളുടെ ജീവിതയാത്രയിൽ കൂടെ വരുന്ന ദൈവമാണ്. Make sure God, Jesus, is with you in every step.
രാവിലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ദൈവത്തെ വിളിച്ചുകൊണ്ട് പോകണം. ആ ജോലി ഭാരമുള്ള പ്രയാസമുള്ള ആ ജോലി സ്ഥാപനത്തിലേക്ക്, ആ ഓഫീസിലേക്ക്, ആ പ്രശ്നത്തിലേക്ക്, ആ ബോസുമായിട്ടുള്ള ടെൻഷൻ്റെ ആ പ്രശ്നങ്ങളിലേക്ക് രാവിലെ തന്നെ യേശുവിനെ കൂടെ വിളിച്ചുകൊണ്ട് പോകണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് യേശുവിന് പകരമായി എന്നോടൊപ്പം നിങ്ങളോടൊപ്പം കടന്നു വന്ന് വിടുതൽ തരുവാൻ, സഹായിക്കുവാൻ, ഗൈഡ് ചെയ്യുവാൻ, ഹെൽപ്പ് ചെയ്യുവാൻ യേശു കർത്താവ് തൻ്റെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുക. ആ പരിശുദ്ധാത്മാവ് നമ്മൾ വിളിച്ചാൽ കൂടെ വരുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ, ഫ്രൈഡേയിൽ നമ്മൾ ഈ ദിവസങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. സോ ഐ എൻകറേജ് യു ടു ജോയിൻ ആൻഡ് ലേൺ മോർ അബൌട്ട് ദ പേഴ്സൺ ആൻഡ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് കഴിയട്ടെ. അടുത്ത ദിവസങ്ങൾ ദൈവം അനുവദിച്ചാൽ യേശു കടന്നു എന്ന് പ്രവർത്തിച്ചതായ അത്ഭുതത്തെക്കുറിച്ച്, യായിറോസിൻ്റെ വീട്ടിൽ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് അടുത്ത ദിവസം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.